സംസ്ഥാനത്ത് ഹൈടെക് വിദ്യാഭ്യാസത്തിൽ പുതിയ കുതിപ്പ്. പൊതുവിദ്യാലയങ്ങളിൽ റോബോട്ടിക്സ് പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി മുഴുവൻ ഹൈസ്കൂളുകളിലേക്കും അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകൾ ഫെബ്രുവരിയിലെത്തും. 32 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കൂടി നാടിന് സമർപ്പിക്കും. ഇതുൾപ്പെടെ 4000 കോടിയിലധികം രൂപയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കിഫ്ബി നിക്ഷേപം. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബി ഫണ്ട് വഴി വമ്പൻ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. ഹൈടെക് വിദ്യാഭ്യാസത്തിൽ ഊന്നിയുള്ള മുന്നേറ്റമാണ് പൊതുവിദ്യാലയങ്ങളിലാകെ നടക്കുന്നത്. ഇതോടൊപ്പം റോബോട്ടിക്സ് പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി മുഴുവൻ ഹൈസ്കൂളുകളിലേക്കും 2500 അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകളാണ് ഫെബ്രുവരിയിൽ എത്തുക. ഹൈടെക് വിദ്യാഭ്യാസത്തിൽ പുതിയ കുതിപ്പ്. സംസ്ഥാനത്തെ മുഴുവൻ ഹൈസ്കൂളുകളിലേക്കും അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകൾ ഫെബ്രുവരി മാസം വിതരണം ചെയ്യും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ റോബോട്ടിക്സ് പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായി മുഴുവൻ ഹൈസ്കൂളുകളിലും കൈറ്റ് വഴി അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകൾ നൽകുകയാണ്. വരുന്ന ഫെബ്രുവരി മാസത്തിൽ 2500 അഡ്വാൻസ്ഡ് കിറ്റുകളാണ് സ്കൂളുകളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴി വിന്യസിക്കുന്നത്. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം വിജയകരമായി പൂർത്തീകരിച്ചതായും മന്ത്രി അറിയിച്ചു. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം 2025 അധ്യയന വർഷത്തിൽ തന്നെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാഠപുസ്തക പരിഷ്കരണം ഇത്രയും സമയബന്ധമായി പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി എന്നതാണ് അഭിമാനമാണ്. പാഠപുസ്തകം പ്രിന്റ് ചെയ്യുക, കൃത്യമായ പരീക്ഷ നടത്തുക, കൃത്യസമയത്ത് തന്നെ ഫലപ്രഖ്യാപനം നടത്തുക എന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിന്റെ സഹകരണത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി പുതിയ വെബ്സൈറ്റ് സജ്ജമാക്കി. www.hscportal.kerala.gov.in എന്ന വിലാസത്തിലുള്ള ഈ പുതിയ പോർട്ടൽ പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.